വ്യക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇന്ന് വന്ന വാർത്തകള് ഇന്നലെയൊന്നും രാവിലെ കിട്ടിയത് ഇന്നലെ രാത്രി വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പല ഘട്ട ചർച്ചകൾ നടന്നിട്ട് ശേഷവും ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. പിന്നീട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കത്ത് MV ഗോവിന്ദന് നൽകി. ആ MV ഗോവിന്ദന് നൽകിയ കത്ത് സ്വതന്ത്രമായ നിലപാട് ഇന്ന് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ എടുക്കേണ്ടി വരും, ADGPയെ മാറ്റിയില്ല എങ്കിൽ. അത്തരത്തിലൊരു കടുത്ത നീക്കവുമായി CPI മുന്നോട്ട് പോയതിനു ശേഷമാണ് അത്തരമൊരു നിലപാടെടുക്കാനുള്ള കാരണം. ഇതിന് വേറൊരു തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായ നിങ്ങളുടെ ഊഹങ്ങൾ വെച്ച് പറയുന്ന വാർത്തകൾ മാത്രമാണ്. CPI അതിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ടല്ല, നിലപാടുകൾ വെച്ചുകൊണ്ടാണ്. ആ നിലപാടുകൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് കേവലം ഒരു സർക്കാർ സംവിധാനം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും ആ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അതിന്റെ പ്രവർത്തന പദ്ധതികളിലുണ്ടാവും, അതിന്റെ നയങ്ങളിലുണ്ടാവും, അതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തിയിലുണ്ടാവും. ഇതെല്ലാം പ്രതിഫലിക്കുന്നതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി നേരെ എതിർചേരിയിൽ നിൽക്കുന്ന RSS നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ഇന്ത്യയിൽ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെന്ന് പറയുന്നത് വെള്ളം ചേർക്കാത്ത വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതും RSSനെ പ്രത്യേകിച്ച് RSS പോലെയുള്ള വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതായിരിക്കണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിന് വിരുദ്ധമായ ഒരു അഭിപ്രായ രൂപീകരണത്തിന് ADGPയുടെ ഈ ഒരു സന്ദർശനം RSSന്റെ നേതാക്കന്മാരുമായി പല ഘട്ടങ്ങളിൽ ദുരൂഹമായി നടത്തിയ സന്ദർശനത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒട്ടും താമസിക്കാതെ ADGP മാറ്റുക എന്ന തീരുമാനം ഗവൺമെന്റ് എടുക്കണം എന്ന് CPI ആവശ്യപ്പെടുന്നതിന് കാരണം അത് CPIയുടെ മാത്രം അഭിപ്രായം ആയതുകൊണ്ടല്ല, അത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാടായതുകൊണ്ടാണ് നിരന്തരമായി ബിനോയ് വിശ്വത്തെ പോലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഇടതുപക്ഷ ഗവൺമെന്റിന് ഏത് പ്രശ്നങ്ങളിലും ഒരു ഇടതുപക്ഷ പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഇടതുപക്ഷ പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ അതിനെപ്പറ്റി കാണേണ്ടതുള്ളൂ. അല്ല, ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പലതവണ പറഞ്ഞിട്ടും യാതൊരു നടപടിയില്ലാതെ അവസാനം ഇത് CPMന് ബോധ്യപ്പെടാത്ത മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത്ര അവസാനം ഈ സമ്മർദ്ദം ഉപയോഗിക്കേണ്ടി വന്നത്. അല്ല, അങ്ങനെ ഒരു സമ്മർദ്ദം ഉപയോഗപ്പെടുത്തിയെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഒരു മുന്നണിയാകുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ, ഒരു ഗവൺമെന്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. വൈകിയതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം. ഇപ്പോൾ പ്രതിപക്ഷം ചിലപ്പോൾ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി അതിന് പ്രസക്തിയില്ല. ഇനി വൈകിട്ടില്ല എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അതിന് മറുപടിക്ക് യാതൊരു പ്രസക്തിയില്ല. ഇത് മാറ്റപ്പെട്ടിരിക്കുന്നതാണ്. ഇതിലിപ്പോ തൃശ്ശൂര് വെച്ചാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ തൃശ്ശൂര് അല്ല, അത് എന്തിനാണ് മാറ്റിയതെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയിക്കുന്നില്ല. അല്ല, ഉത്തരവ് ഇറങ്ങിയിട്ടില്ലല്ലോ. ഉത്തരവ് ഞാൻ കണ്ടിട്ടുള്ള ഉത്തരവൊന്നും ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങി എന്നുള്ളതാണ് ഞാൻ വാർത്തയിൽ വായിച്ചത്. ഇന്നത്തെ വാർത്തയിലും പ്രിന്റ് മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തയിലും ഞാൻ ആ ഉത്തരവിനെ പറ്റി കേട്ടില്ല. അല്ല, ഇതിലൊരു കാര്യം വ്യക്തമാണ്. ADGP അജിത് കുമാർ കേരളത്തിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ്. ഒരുപാട് ADGPമാരുണ്ടെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ADGP എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ADGP തസ്തിക ഒന്ന് തന്നെയാണ് എല്ലാവർക്കും, ആ തസ്തിക അനുസരിച്ച്. പക്ഷെ ചുമതല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ആ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ താഴെയുള്ള ചുമതലയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷണ നടപടിയായിട്ട് തന്നെ കാണേണ്ടി വരും. ആ രീതിയിലാണ് CPIനെ സമീപിക്കുന്നത്. അതിന് വ്യത്യസ്തമായ രീതിയിൽ എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയാലും മാറ്റിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇത് തന്നെയാണ്. ഈ ഒരു സന്ദേശമല്ലേ സത്യത്തിൽ അത്തരത്തിൽ ആ ഓർഡറിൽ എന്തിനാ മാറ്റുന്നെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന് നല്ലൊരു സന്ദേശമില്ല. അത്തരത്തിൽ മാറ്റാതിരിക്കുമ്പോൾ എന്ത് സന്ദേശം കൊടുക്കുന്നത്? ഞങ്ങൾ സ്വാഭാവികമായി CPI ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നടപടി എന്നുള്ളതാണ് വ്യക്തമായി അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അതിനെ സംബന്ധിച്ച് എന്ത് വ്യാഖ്യാനം ആര് നടത്തിയാലും CPIയെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി CPI പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഒരിക്കലും ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ADGP പദവിയിലിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSSന്റെ സമുന്നതന്മാരായ നേതാക്കന്മാരുമായി പല ഘട്ടങ്ങളിൽ നിരന്തരമായി സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് LDF ഗവൺമെന്റിന് ഭൂഷണമല്ല എന്ന CPI നിലപാട്, ഉറച്ച നിലപാട്, ആ നിലപാടും കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്
ADGP-യെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത്. ഇനി അത് സംബന്ധിച്ച കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ അഭിപ്രായം തന്നെ ഈ തൃശ്ശൂരിൽ വെച്ചാണല്ലോ ഈ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ